ഹമാസ് വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന ഇസ്രായേൽ. ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേലി സിവിലിയൻ അർബൽ യഹൂദിനെ ഇനിയും മോചിപ്പിക്കാത്തതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇക്കാര്യം വ്യക്തമാക്കി രംഗത്തെത്തി. ഇന്നലെ ഹമാസ് 4 ബന്ദികളെ മോചിപ്പിച്ചെങ്കിലും അക്കൂട്ടത്തിൽ അർബൻ യഹൂദ് ഉണ്ടായിരുന്നില്ല. ഇതോടെ വീണ്ടും കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേൽ. അർബൻ യഹൂദിനെ മോചിപ്പിക്കാതെ പലസ്തീനികളെ മടങ്ങാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അർബൻ യഹൂദിയെ കൂടി മോചിപ്പിക്കാതെ പലസ്തീനികളെ വടക്കൻ ഗസയിലേക്ക് തിരികെ പോകാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കുടിയിറക്കപ്പെട്ട ആയിരക്കണക്കിന് പലസ്തീനികൾ ഗാസ മുനമ്പിന്റെ വടക്ക് ഭാഗത്തുള്ള അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത് ഇസ്രായേൽ സൈന്യം അതിർത്തിയിൽ തടഞ്ഞിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരണവുമായി ഹമാസും രംഗത്തെത്തി. വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടില്ലെന്നും നെതന്യാഹുവും ഇസ്രായേലും അനാവശ്യ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയാണെന്നുമാണ് ഹമാസ് പറയുന്നത്. അർബൻ യഹൂദ് ജീവിച്ചിരിപ്പുണ്ടെന്നും അടുത്ത ശനിയാഴ്ച മോചിപ്പിക്കുമെന്നും ഹമാസ് ഇതോടെ വ്യക്തമാക്കി. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പരീക്ഷിക്കുന്ന പ്രതിസന്ധിയുടെ കേന്ദ്രത്തിലെ ബന്ദിയായ ഇസ്രായേൽ വനിതയാണ് അർബൻ യഹൂദ്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിനിടെ തെക്കൻ ഇസ്രായേലിലെ പലസ്തീൻ എൻക്ലേവിന്റെ അതിർത്തിക്കടുത്തുള്ള ഒരു ഗ്രാമമായ നിർ ഓസിലെ അർബൽ യഹൂദിന്റെ വീട്ടിൽ നിന്നാണ് അവരെ പിടികൂടിയത്. അന്നത്തെ ആക്രമണത്തിൽ അർബൻ യഹൂദിന്റെ സഹോദരൻ ഡോലവ് കൊല്ലപ്പെട്ടിരുന്നു. അർബൻ യഹൂദിയുടെ പങ്കാളിയെയും മറ്റ് നിരവധി ബന്ധുക്കളെയും തട്ടിക്കൊണ്ടുപോയെങ്കിലും ഇവരിൽ പലരെയും പിന്നീട് വിട്ടയച്ചിരുന്നു. ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാൻ തീരുമാനിച്ച 33 പേരടങ്ങുന്ന പ്രാരംഭ സംഘത്തിലെ 7 സ്ത്രീകളിൽ ഒരാളാണ് യഹൂദ്. സിവിലിയൻ ഷിരി സിൽബർമാൻ ബിബ, സൈനികരായ ബർഗർ, ലിബി അർബൻ, ലിറി അൽബഗ്, കരീന അരിയേവ്, ഡാനിയേല ബിൽഗോവ, നാമ ലെവി എന്നിവരാണ് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടേണ്ട 7 സ്ത്രീകൾ. ഇതിൽ കരീന അരിയേവ്, ഡാനിയേല ബിൽഗോവ, നാമ ലെവി, ലിറി ആൽബഗ് എന്നീ വനിതാ സൈനികരെ ഇന്നലെ മോചിപ്പിച്ചിരുന്നു. വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ പ്രകാരം ജനുവരി 19 ശനിയാഴ്ചയ്ക്കും വിട്ടയച്ച ബന്ദികളുടെ ആദ്യ 2 ഗ്രൂപ്പുകളിൽ അർബൻ യഹൂദിയും ഉൾപ്പെടേണ്ടതായിരുന്നുവെന്നാണ് ഇസ്രായേൽ അധികാരികൾ പറയുന്നത്. അർബൻ യഹൂദിനെ ഇനിയും മോചിപ്പിക്കാത്തതാണ് ഇസ്രായേലിനെ വീണ്ടും പ്രകോപിപ്പിച്ചിരിക്കുന്നത്.